പ്രിയപ്പെട്ടവരെ, നമ്മുടെ തരൂരിന് ഒരാഗ്രഹം. പി അൻവറിനെ പോലെ ആയാൽ എന്താ? ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടുമെന്ന്. ഇങ്ങനെയൊരു ആഗ്രഹം തരൂർ സാറിനെ പിടികൂടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ തരൂർ സാറ് മോദിയെയും പിണറായിയും ഒക്കെ പുകഴ്ത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അങ്ങേര് കുറേ കാലം കൊണ്ട് ഈ ഒരു പ്രവണത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസ് BJP കുത്തിപ്പൊക്കുന്ന ഒരു സമയത്തൊക്കെ അങ്ങേര് നന്നായിട്ട്, നമ്മുടെ തരൂർ സാറ് നന്നായിട്ട് മോദിയെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം ഞാനൊക്കെ വിചാരിച്ചു, എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നു, അദ്ദേഹം പാർട്ടി വിടുമെന്ന്. ഉറപ്പായിട്ടും BJPയിലേക്ക് പോകുമെന്നൊക്കെ ഞാനൊക്കെ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ പേരിൽ വോട്ട് കിട്ടുകയും വേണം, എന്നാലിട്ടോ മോദിയെയും പിണറായിയും ഒക്കെ പുകഴ്ത്തുകയും വേണം. ചോറ് ഇവിടെയും കൂറ അവിടെയും എന്ന് പറഞ്ഞതുപോലെ. ഇനിയിപ്പോൾ നമ്മുടെ തരൂർ സാറ് മോദിയെയും പിണറായിയും ഒക്കെ പുകഴ്ത്തിയെന്ന് വിചാരിക്കുക. അതിപ്പോൾ എത്ര വലിയ സംഭവമാക്കാനൊന്നുമില്ല. മോദിയെയും പിണറായിയും ഒക്കെ പുകഴ്ത്തുന്നത് രാഹുൽ ഗാന്ധി ഒന്നുമല്ലല്ലോ, തരൂർ സാറല്ലേ. അതിനങ്ങനെ കണ്ടാൽ മതി. പിന്നെ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, പ്ലീസ്.